ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ സവാള, ഇത് കുറച്ച് മല്ലിയില നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പിസ്സ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്യാതാണ് കേട്ടോ, ഇതുപോലെ മിക്സാക്കിയാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോഴിമുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബാറ്ററാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഒറിഗാനം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് നന്നായിട്ട് തിക്കായി കിട്ടണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പാനിലാണ് ഈ പിസ്സ റെഡിയാക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവുണ്ടല്ലോ, ആ മാവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ലെവലാക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, അപ്പോൾ ചിക്കൻ ഞാൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ബോൺലെസ് ചിക്കൻ എടുക്കണം. നീളത്തിലാണ് ഞാൻ കട്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെജിറ്റബിൾസ് വെച്ചിട്ട് എങ്ങനെയാണോ ഡെക്കറേഷൻ ചെയ്യേണ്ടത് ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് എല്ലാം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് മൊസറല്ല ചീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഒരു നുള്ള് ഒറിഗാനോവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി നമ്മുടെ പിസ്സ നന്നായിട്ട് കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ പിസ്സ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.